ഏതായാലും ഒടുവിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ തന്നെ കളത്തിലിറങ്ങുന്നു. 2 വർഷമായി തുടരുന്ന സംഘർഷം, 2 വർഷമായി തുടരുന്ന ഈ സംഘർഷത്തിൽ ഇന്ത്യ ഇടപെടണമെന്ന് ലോകരാജ്യങ്ങൾ പലവട്ടം ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ ഉക്രൈൻ ഭരണകൂടം പലവട്ടം ആവശ്യപ്പെട്ടിരുന്നു. കാരണം വ്ളാഡിമിർ പുടിനുമായി അടുത്ത ബന്ധമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമേ പുടിനുമായി സംസാരിച്ച് ഈ സംഘർഷങ്ങൾക്ക് ഒരു അയവ് വരുത്താൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഉക്രൈൻ്റെ ഭരണകൂടം മോദിയെ സമീപിച്ചത്. പക്ഷേ ഇതുവരെ പ്രധാനമന്ത്രി അതിന് മറുപടി പറഞ്ഞില്ല എങ്കിലും അന്ന് തന്നെ വാർത്തകളുണ്ടായിരുന്നു. ഇന്ത്യ ഒരു സമാധാന ഫോർമുല തയ്യാറാക്കുന്നു എന്നൊരു വാർത്തകൾ പുറത്ത് വന്നിരുന്നു. ഇപ്പോഴേതായാലും ഇതിൻ്റെ സമാധാനത്തിന് വേണ്ടി ഇന്ത്യ മുന്നിട്ടിറങ്ങുന്നു. സമാധാന ഉച്ചകോടിക്കായിട്ട് സ്വിറ്റ്സർലൻഡിലേക്ക് ഇന്ത്യൻ പ്രതിനിധി വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സെക്രട്ടറി പവൻ കപൂർ പങ്കെടുക്കുമെന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഉക്രൈൻ പ്രസിഡന്റും ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ഒരു ചർച്ചയുടെ തൊട്ടു പിന്നാലെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 10 പോയിന്റുള്ള ഒരു സമാധാന ഫോർമുല അവതരിപ്പിക്കും എന്നാണ് അറിയുന്നത്. ഇതിൽ റഷ്യയ്ക്ക് കൂടി താല്പര്യമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ 2 വർഷമായി തുടരുന്ന ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിച്ചേക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.